എന്നെ ഇനി ആരും അന്വേഷിക്കണ്ട, എന്നെ വിളിച്ചെൻ്റെ പിന്നാലെ വരണ്ട. ഞാനും അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തി എന്നെ വിളിക്കാനോ ശല്യപ്പെടുത്താനോ നിൽക്കണ്ട. ഞാൻ ഇനി നിങ്ങളെ കൂടെ വരില്ല. ഞാൻ മുസ്ലിം ആയിരുന്നു. ഒരു അമുസ്ലിം സഹോദരൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം എന്നെ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണ്, അദ്ദേഹം എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങളെ പിന്നാലെ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ യുവതികൾ രംഗത്ത് വരുന്നൊരു സമയമാണിപ്പോൾ. കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിൽ പെൺകുട്ടികൾ അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോകുന്നതൊരു പതിവ് കാഴ്ചയായിട്ടുണ്ട്. എന്നാൽ 2 ദിവസം മുമ്പ് എൻ്റെ കടയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു, ഒരു യുവാവ്. അദ്ദേഹത്തിന് വേണ്ടത് സജ്ജാദയാണ്. സജ്ജാദ എന്ന് പറയുന്നത് മുസല്ലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിലും തോളം കൈയിലുമൊക്കെ പച്ച കുത്തിയത് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ 2-3 ദിവസമായി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇത് അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഇസ്ലാമിൻ്റെ മുഖം കണ്ടിട്ട്, അതായത് നമ്മളിലൂടെ ഇസ്ലാമിനെ കണ്ടിട്ടാണ് പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കാണ് മതം വിട്ടു ചാടാനുള്ള ത്വര വർദ്ധിച്ചു വരുന്നത്. മതപാഠശാലകളിൽ നിന്നും AA+ വാങ്ങി വിജയിച്ചവരായിരിക്കാം ഇവരിൽ പലരും. വ്യക്തികളുടെ സ്വഭാവ രീതികൾ രൂപപ്പെടുന്നത് പാഠശാലകളിൽ നിന്ന് മാത്രമല്ല. സ്വായത്തമാക്കിയ അറിവുകൾ പ്രയോഗവൽക്കരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയില്ലായ്മ ഒരു പരിധിവരെ കാരണമാണ്. ഇതിന് കളമൊരുക്കുന്നതാവട്ടെ രക്ഷിതാക്കളുമാണ്. നിസ്സാരമെന്ന് നമ്മൾ ഗണിക്കുന്നതും ഉപേക്ഷ വരുത്തുന്നതുമായ മൂല്യങ്ങളുടെ ഗൗരവം നാം ഇത്തരുണത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മൂല്യങ്ങളുടെ വാമൊഴിയും വരമൊഴിയും പാഠശാലകളിൽ നിന്ന് ലഭിക്കും. പ്രയോഗവൽക്കരണത്തിനുള്ള പ്രേരണ നൽകലും അവസരമൊരുക്കലും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. കണിശമായ ശാസനകൾ കൊണ്ട് മാത്രം ഇത് നേടിയെടുക്കാവതല്ല. അപരരെ അനുകരിച്ചുകൊണ്ടുള്ള നാട്യങ്ങളോ നാടകങ്ങളോ അല്ലാത്ത നിർലോഭമായ സ്നേഹപ്രസരണങ്ങളും പ്രകടനങ്ങളുമാണ് വേണ്ടത്. ഓർക്കുക, മക്കളുടെ ആവശ്യപൂർത്തീകരണത്തിനുതകുന്നതെല്ലാം ലഭ്യമാക്കുക എന്നതല്ല മാതാപിതാക്കളുടെ സ്നേഹപ്രകടനം. അനുഭവങ്ങൾ പങ്കുവെക്കണം, അഭീഷ്ടങ്ങൾ ആരായണം. അവരുടെ വ്യക്തിത്വം വളരുന്നുണ്ടെന്നും അതിനർഹമായ പരിഗണന അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയും വേണം. അഭ്യസ്തവിദ്യരാണെന്നുള്ള അമിത ആത്മവിശ്വാസമൊന്നും കുടുംബജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല. പരാജയങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും ചേർത്ത് നിർത്തുന്നവരാകണം രക്ഷിതാക്കൾ. വീഴ്ചകളിൽ ചേർത്തു നിർത്തുന്നതും നേട്ടങ്ങളിലും വിജയങ്ങളിലും അനുമോദനങ്ങൾ അർപ്പിക്കുന്നതും അവരെ നമ്മോട് കൂടുതൽ അടുപ്പിക്കും. നമ്മൾ നിഷേധിക്കുന്നതെന്തും പുറത്തു നിന്നും അവർക്ക് ലഭ്യമാകാനുള്ള അവസരങ്ങളുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ആത്മനിന്ദയും അവഗണനയും പരിഹാസവും അവരെ ബാഹ്യശക്തികളുമായി കൂടുതൽ അടുപ്പിക്കുമെന്ന വസ്തുത നാം മറന്നു പോകരുത്. മതമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഹിദായത്ത് നിലനിൽക്കാനുള്ള പ്രാർത്ഥന നടത്തുന്നവരുമാകണം നമ്മൾ. സാങ്കേതിക വിദ്യയുടെ അനുഗുണമല്ലാത്ത ദുരുപയോഗവും പുതുതലമുറയുടെ വഴിവിട്ട ചിന്താധാരകളും ആസ്വാദനങ്ങൾക്കും അനുകരണങ്ങൾക്കും അവരെ അടിമപ്പെടുത്തി എന്ന് വേണം കരുതാൻ. ആർക്കും ആരെയും അടുത്തറിയാൻ പറ്റാതായി. ആവർത്തനങ്ങളില്ലാതിരിക്കാൻ ആവശ്യമായത് ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടവറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.